ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോയിൽ ആ അമ്മ ആ ചെറിയ മോളെ മാറ്റിക്കാണ് അല്ലേ, യൂണിഫോം ഇട്ട് മാറ്റിക്കാണ്. പക്ഷെ ആ മോൾ എന്ത് ചെയ്യണം, ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അതിന് യൂണിഫോം ഇടണ്ട, അതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് കരയാണല്ലേ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. കുട്ടി യൂണിഫോം ഇടാൻ സമ്മതിക്കാതിരിക്കുക, അങ്ങനെ പലതും. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്കിയാലോ. എപ്പോഴും കുട്ടിക്ക് എന്തെങ്കിലും ഒരു കമാൻഡ് കൊടുത്തിട്ട് ഇത് ചെയ്യൂട്ടോ, അല്ലെങ്കിൽ യൂണിഫോം ഇടണം, സ്കൂളിൽ പോയാൽ യൂണിഫോം ഇടാണ്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ കുട്ടി അത് ചെയ്യാനുള്ള സാധ്യത കുറയും. അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ചോയ്സസ് കൊടുക്കാം. ഇതാണോ വേണ്ടത്, ഇതാണോ വേണ്ടത്, ഏതാണ് എനിക്ക് വേണ്ടത്, അങ്ങനെ പറയുന്നതായിരിക്കും കൂടുതൽ നമ്മൾ കമാൻഡ് ചെയ്യുന്നതിനെക്കാട്ടും എഫക്റ്റീവ് എന്നുള്ളതാണ്. 2 അലക്കിയ യൂണിഫോം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്നിൻ്റെ മുകളിൽ എന്ത് ചെയ്യാം, ആ കുട്ടിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സ്റ്റിക്കറോ കാര്യങ്ങളോ ഒട്ടിച്ചു കൊടുക്കാം. മറ്റേത് അങ്ങനെ തന്നെ. എന്നിട്ട് ചോദിക്കാം, നിനക്ക് സ്റ്റിക്കറുള്ള യൂണിഫോം വേണോ അല്ലെങ്കിൽ ഇത് വേണോ, ഏത് യൂണിഫോമാണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കുട്ടിക്ക് എന്താണ് മനസ്സിലാവുക, ഓക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള ചെറിയൊരു തോട്ട് കുട്ടിക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടി അത് ചെയ്യാനുള്ള സാധ്യത കൂടും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമുള്ളത് എന്താണോ, ആസ് എ പാരന്റ് നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതായിരിക്കണം കുറച്ച് മുൻതൂക്കമായിട്ട് കൊടുക്കേണ്ടത്. ആ കാര്യം അവർ ചൂസ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കണം നമ്മൾ ഈ 2 ചോയ്സ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.